प्यारे बच्चों, आदाब। देखिए, सुनहरा ज़माना उस മൊഡ്യൂൾ के ലാസ്റ്റ് ഭാഗം ശ്രദ്ധിക്കൂ. സുൻഹര ജമാന, ഓണം के दिन घर के आंगन में പൂക്കളം बनाते हैं. ഓണം के दिन घर के आंगन में, ഓണ ദിവസം घर के आंगन में വീടിൻ മുറ്റത്ത് പൂക്കളം ബനാത്തെ ഹേ, പൂക്കളം ഉണ്ടാക്കുന്നു. ഔർ ഉണ്ടാക്കുകയും, घर के सारे लोग വീട്ടിലെ എല്ലാ ആളുകളും, സാരേ ലോഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ, സാരേ മുഴുവൻ, എല്ലാ ലോഗ് ജനങ്ങളും ആളുകളും, घर के सारे लोग വീട്ടിലെ എല്ലാ ആളുകളും, നയേ കപ്പടെ പഹൻതേ ഹേ, നയേ കപ്പടെ പുതിയ ഡ്രസ്സുകൾ. നയേ എന്ന് പറഞ്ഞാൽ പുതിയ, അതിൻ്റെ ഓപ്പോസിറ്റ് പുരാനെ, പഴയ. പുരാനെ ശ്രദ്ധിക്കുക, പുരാനെ പഴയ, കപ്പടെ മനസ്സിലായില്ലേ? അപ്പോൾ നയേ കപ്പടെ പുതിയ ഡ്രസ്സുകൾ, പഹൻതേ ഹേ ധരിക്കുന്നു, പഹൻതേ ഹേ ശ്രദ്ധിക്കുക, പഹൻതേ ഹേ ധരിക്കുന്നു. ഹർ ഘർ മേ ഓണസദ്യ തയ്യാർ കിയാ ജാതാ ഹേ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഹർ ഘർ മേ, ഹർ എന്നുള്ളതിന് രണ്ടർത്ഥത്തിൽ പറയാം. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാ, അല്ലെങ്കിൽ ഓരോ, രണ്ട് വിധവും പറയാം. ഇങ്ങനെ ഹർ എന്ന് പറഞ്ഞാൽ എല്ലാ അല്ലെങ്കിൽ ഓരോ. ഹർ ഘർ മേ ഓരോ വീട്ടിലും, അല്ലെങ്കിലോ എല്ലാ വീട്ടിലും, ഓണസദ്യ തയ്യാർ കിയാ ജാതാ ഹേ. ഓണസദ്യ തയ്യാർ കിയാ ജാതാ ഹേ എന്ന് വായിക്കണ്ടേ, കിയാ ജാതാ ഹേ റെഡിയാക്കുന്നു. ഓണസദ്യ തയ്യാർ കിയാ ജാതാ ഹേ റെഡിയാക്കുന്നു, തയ്യാറാക്കുന്നു. ഔർ ഇവിടെ ഔർ കണ്ടില്ലേ, തയ്യാറാക്കുകയും. ഔർ ശാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ശാം കോ വൈകുന്നേരത്ത്. ശാം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് സുബഹ് അല്ലെങ്കിൽ സവേരെ രാവിലെ. ശാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, സുബഹ് നമ്മൾ സുബഹി എന്ന് പറയില്ലേ, വൈകുന്നേരം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സുബഹ്. ശാം രാവിലെ, ശാം കോ വൈകുന്നേരത്ത്. ബച്ചേ ബൂഢേ സബ്, ബൂഢേ ശ്രദ്ധിക്കുക, ബൂഢേ ബച്ചേ കുട്ടികൾ, ബൂഢേ മുതിർന്നവർ, സബ് എല്ലാവരും. അപ്പോൾ ബച്ചേ ബൂഢേ കുട്ടികളും മുതിർന്നവരും, സബ് എല്ലാവരും. മുഖ്തലിഫ് ശ്രദ്ധിക്കുക, മുഖ്തലിഫ് ഖേലോ മേ हिस्सा लेते हैं. मुख्तलिफ खेलों में हिस्सा ശ്രദ്ധിക്കുക, ഹിസ്സ ലേത്തെ ഹേ. മുഖ്തലിഫ് ഖേലോ മേ, മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ പലവിധ. മുഖ്തലിഫ് വായിക്കുന്നത് ശ്രദ്ധിക്കുക, മുഖ്തലിഫ് വ്യത്യസ്തമായ അല്ലെങ്കിൽ പലവിധ. ഖേലോ മേ കളികളിൽ, ഖേൽ എന്ന് പറഞ്ഞാൽ കളി, കളി. ഖേലോമേ കളികളിൽ, കളികളിൽ. ഹിസ്സ ലേത്തെ ഹേ പങ്കെടുക്കുന്നു, ഹിസ്സ ലേന പങ്കെടുക്കുക അല്ലെങ്കിൽ ഏർപ്പെടുക എന്ന് പറയാം. അപ്പോൾ മുഖ്തലിഫ് ഖേലോമേ വ്യത്യസ്ത കളികളിൽ, ഹിസ്സ ലേത്തെ ഹേ പങ്കെടുക്കുന്നു, ഭാഗവാക്കാകുന്നു. ഹിസ്സ ലേത്തെ ഹേ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ഭാഗവാക്കാകുന്നു അല്ലെങ്കിൽ ഏർപ്പെടുന്നു എന്ന് പറയാം. അപ്പോൾ ഹിസ്സാലേന പങ്കെടുക്കുക, ശ്രദ്ധിക്കുക, ഹിസ്സാലേന പങ്കെടുക്കുക. മുഖ്തലിഫ് വ്യത്യസ്തമായ, ബൂഢേ മുതിർന്ന അല്ലെങ്കിൽ വൃദ്ധരായ, പിന്നെ ശാംഖോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, അതിലെ ശേഷം കപ്പിടെ പഹൻതേ ഹേ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു,
നയേ നയേ എന്നാൽ പുതിയ പുതിയ ഇതിലുള്ള വാക്കുകളാണ് ശ്രദ്ധിക്കുക. സാരേ മുഴുവൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സാരേ മുഴുവൻ അതേ അർത്ഥം തന്നെയാണ് സബ് എന്നുള്ള അർത്ഥം. ഇവിടെ നമ്മൾ സബ് കണ്ടില്ലേ, എവിടെയാണ് സബ്? മുഖ്തലിഫിൻ്റെ മുമ്പ് സബ് അല്ലെങ്കിൽ സാരി രണ്ടും ഒരേ അർത്ഥമാണ്. ഈ വാക്കുകൾ കണ്ടെത്തി മീനിങ് എഴുതുക. അതുപോലെ ഈ പാഠത്തിൻ്റെ ആശയം ഫുള്ളായിട്ട് എഴുതുക. ഓക്കെ, ശുക്രിയ.